നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യ വീണ്ടും വലിയൊരു ഭീതിയുടെ മുനമ്പിലാണ്. ഇസ്രയേലിന് നേരെ ഇറാന്റെ ശക്തമായ മിസൈൽ ആക്രമണം. ശനിയാഴ്ച പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ ഇസ്രയേൽ നഗരമായ ടെൽ അവീവിലും കിഴക്കൻ മേഖലകളിലും വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ടെൽ അവീവിലെ തിരക്കേറിയ വാണിജ്യ തെരുവിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ആക്രമണത്തിൽ ഉപയോഗിച്ച മിസൈലുകളിൽ ഒരെണ്ണം ക്ലസ്റ്റർ വാർഹെഡ് വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് സ്ഥിരീകരിച്ചു. അന്തരീക്ഷത്തിൽ വെച്ച് പൊട്ടിത്തെറിക്കുന്ന ചെറിയ ബോംബുകൾ വലിയൊരു പ്രദേശത്തേക്ക് ഒരേ സമയം വർഷിക്കുന്ന രീതിയാണ് ഇത്. ജനവാസ മേഖലയായ ടെൽ അവീവിൽ ഇത്തരത്തിൽ ബോംബുകൾ പതിച്ചത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇറാൻ വികസിപ്പിച്ചെടുത്ത ബാലിസ്റ്റിക് മിസൈലുകളിൽ ഏറ്റവും ആധുനികമായ പതിപ്പാണ് ഖൊറം ഷഹർ 4. ഇതിനെ ഖൈബർ എന്നും വിളിക്കാറുണ്ട്. അതിവേഗ പ്രഹരമുള്ളതാണ് ഇവ. അന്തരീക്ഷത്തിന് പുറത്ത് ശബ്ദത്തേക്കാൾ 16 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈൽ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുക്കുമ്പോൾ അന്തരീക്ഷത്തിനുള്ളിൽ വെച്ച് വേഗത കൈവരിക്കുന്നു. ഇത്രയും വേഗതയുള്ള മിസൈലുകളെ റഡാറുകൾക്ക് തിരിച്ചറിയാനോ തടയാനോ സമയം ലഭിക്കില്ല. 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ളതിനാൽ ഇറാനിലെ ഉൾപ്രദേശങ്ങളിൽ നിന്ന് തൊടുത്തുവിട്ടാൽ പോലും നിഷ്പ്രയാസം ഇസ്രയേലിലെത്താൻ ഇതിന് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഹൈപ്പർഗോളിക് ഇന്ധനം ഉപയോഗിക്കുന്നതിനാൽ വിക്ഷേപണത്തിന് തയ്യാറെടുക്കാൻ വെറും 12 മിനിറ്റ് മതിയാകും. ഇത് പെട്ടെന്നുള്ള ആക്രമണങ്ങൾക്ക് ഇറാനെ സഹായിക്കുന്നു. നേരത്തെയും ക്ലസ്റ്റർ മിസൈലുകൾ ഇറാൻ പ്രയോഗിച്ചിരുന്നു. കിലോമീറ്ററുകൾ വ്യാപിച്ച് കനത്ത നാശനഷ്ടം ഉണ്ടാക്കാനും സാധിക്കുന്നവയാണ് ക്ലസ്റ്റർ ബോംബുകൾ. വെള്ളിയാഴ്ച ഇറാനിലെ വിവിധ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയായിട്ടാണ് ഈ മിസൈൽ വർഷം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനു പുറമെ വടക്കൻ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ളയും ഇസ്രയേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തി. ഇതോടെ ഇസ്രയേൽ ഒരേ സമയം 2 മുന്നണികളിൽ യുദ്ധം ചെയ്യേണ്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. വടക്കൻ ഇസ്രയേലിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങൾ തടയുന്നതിനായി തെക്കൻ ലെബനനിൽ ഇസ്രയേൽ സൈനിക നടപടി ശക്തമാക്കിയിരിക്കുകയാണ്. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് ഒറ്റ ബോംബ് പോലെ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ക്ലസ്റ്റർ മിസൈലുകൾ തീർത്തും വ്യത്യസ്തമാണ്. മിസൈൽ ലക്ഷ്യസ്ഥാനത്തിന് തൊട്ടു മുകളിലെത്തുമ്പോൾ അതിന്റെ മുൻഭാഗം വിഘടിക്കുകയും അതിനുള്ളിലിരിക്കുന്ന നൂറുകണക്കിന് ചെറിയ ബോംബുകൾ വലിയൊരു പ്രദേശത്തേക്ക് മഴ പോലെ പെയ്തിറങ്ങുകയും ചെയ്യും. ഇസ്രയേലിന്റെ അയൺ ഡോം അല്ലെങ്കിൽ ആരോ പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഈ ഒരു വലിയ മിസൈലിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടുമാറുന്ന നൂറുകണക്കിന് ചെറിയ ബോംബുകളെ തടയുക അസാധ്യമായി തീരും. ഇത് പ്രതിരോധ സംവിധാനങ്ങളെ ഓവർലോഡ് ചെയ്യിക്കുന്നു. ക്ലസ്റ്റർ മിസൈലുകളുടെ വാർഹെഡ് താഴേക്കിറങ്ങുമ്പോഴാണ് അത് തുറക്കുന്നത്. ഏകദേശം 2.5 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളുള്ള 20 ചെറിയ ബോംബുകളായി മാറി ഏകദേശം 8 കിലോമീറ്റർ ചുറ്റളവിലേക്ക് ചിതറിത്തെറിക്കുകയും ചെയ്യുന്നു എന്നാണ് IDF പറയുന്നത്. ഖൊറം ഷഹറിനൊപ്പം ഇറാൻ വിക്ഷേപിച്ച മറ്റൊരു വിഭാഗമാണ് ഗദ്ദർ മിസൈലുകൾ. ദ്രവ ഇന്ധനം ഉപയോഗിക്കുന്ന ഇവ കൃത്യതയ്ക്ക് പേരുകേട്ടതാണ്. ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രങ്ങളെയും വിമാനത്താവളങ്ങളെയും തകർക്കാൻ ലക്ഷ്യമിട്ടാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുള്ള ഇസ്രയേലിന് പോലും ഈ ക്ലസ്റ്റർ ആക്രമണം വലിയ തലവേദന തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറാൻ തങ്ങളുടെ ആയുധശേഖരത്തിലെ ഏറ്റവും മികച്ചവ പുറത്തെടുത്തതോടെ മേഖലയിൽ ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിനുള്ള സാധ്യത ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിലും 2025 ജൂണിലെ യുദ്ധത്തിലും ഇസ്രയേലിലേക്ക് ഇറാൻ നിരവധി തവണ ഇത്തരം ക്ലസ്റ്റർ ബോംബ് വാർഹെഡുകൾ വഹിച്ചുകൊണ്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് IDF സ്ഥിരീകരിക്കുന്നു. യമനിലെ ഹൂതികളും കഴിഞ്ഞ വർഷം ഇസ്രയേലിലേക്ക് ക്ലസ്റ്റർ ബോംബ് വാർഹെഡുകൾ ഉപയോഗിച്ച് നിരവധി മിസൈലുകൾ വിക്ഷേപിച്ചതായി IDF പറഞ്ഞു. ഈ ആയുധങ്ങളുടെ കടന്നുവരവ് സംഘർഷത്തിന്റെ ഗതി മാറ്റുമെന്ന് സൈനിക വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒരു പ്രത്യേക സ്ഥലത്ത് ഒറ്റ സ്ഫോടനം നടക്കുന്നതിനു പകരം ക്ലസ്റ്റർ വാർഹെഡുകൾക്ക് വിശാലമായ മേഖലയിൽ ഉടനീളം നിരവധി ചെറിയ സ്ഫോടനങ്ങൾ നടത്താനുള്ള ശക്തിയുണ്ട്. അങ്ങനെ നടത്തുമ്പോൾ സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന അപകട സാധ്യത വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ചും ക്ലസ്റ്റർ ബോംബുകൾ വീഴുന്നത് ജനവാസ മേഖലയിലാകുമ്പോൾ നാശനഷ്ടം വളരെ വർദ്ധിക്കുന്നതിനാണ് സാധ്യത. ഇറാൻ ഈ കഴിവ് എങ്ങനെ വികസിപ്പിച്ചെടുത്തു എന്ന ചോദ്യം ഇസ്രയേലിനും US-നും മുന്നിലുണ്ട്. റഷ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ സൈനിക സാങ്കേതിക കൈമാറ്റം നടന്നിരിക്കാം എന്നാണ് ഇപ്പോൾ ഇസ്രയേൽ സംശയിക്കുന്നത്. ഫെബ്രുവരി 28 മുതൽ ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളിൽ ഇസ്രയേലിൽ കുറഞ്ഞത് 11 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 1000-ലധികം പേർക്ക് വ്യത്യസ്ത അളവിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ക്ലസ്റ്റർ ബോംബ് ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊട്ടാത്ത യുദ്ധോപകരണങ്ങൾ ഉയർത്തുന്ന അപകടങ്ങളെക്കുറിച്ച്
പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു ഗ്രാഫിക് മുന്നറിയിപ്പ് ഇസ്രയേൽ സൈന്യം പുറത്തിറക്കിയിട്ടുണ്ട്. ശനിയാഴ്ച മുതൽ ഇറാൻ ഇസ്രയേലിന് നേരെ കുറഞ്ഞത് 5 ക്ലസ്റ്റർ മിസൈലുകൾ തൊടുത്തുവിട്ടിട്ടുണ്ട് എന്നാണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇത്തരം 2 മിസൈലുകൾ ചൊവ്വാഴ്ച ഇസ്രയേലിന്റെ മധ്യഭാഗത്ത് പതിച്ചിരുന്നു. ഈ ആക്രമണങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നാശനഷ്ടങ്ങളും പരിക്കുകളും വരുത്തിയിട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു വെള്ളിയാഴ്ച രാത്രി ഇസ്രയേലിന്റെ മിസൈൽ ആക്രമണം. ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ലെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉറപ്പ് ലംഘിച്ചുകൊണ്ടാണ് ഇസ്രയേൽ ഈ നീക്കം നടത്തിയിട്ടുള്ളത്. ഇതിനിടെ ഇറാനുമായി നേരിട്ടുള്ള ചർച്ച ഉടൻ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് US പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് വ്യക്തമാക്കുന്നത്. ഇറാന്റെ ആണവായുധ നിർമ്മാണ പദ്ധതികളിൽ നിർണായക പങ്കുവഹിക്കുന്ന അറാഖ്, ഷാഹിദ്, ഗൊണ്ടാബ് ഹെവി വാട്ടർ കോംപ്ലക്സിന് നേരെയാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. ആണവായുധങ്ങൾക്ക് ആവശ്യമായ പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന കേന്ദ്രമാണ് അറാഖിലെ പ്ലാന്റ് എന്നും ലോകത്തിന് ഭീഷണിയായ ഇറാന്റെ ആണവ പദ്ധതിയെ തടയുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നും ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. ആണവ കേന്ദ്രത്തിൽ നിലവിൽ ആണവ വികിരണ ഭീഷണിയോ ആളപായമോ ഇല്ലെന്നാണ് ഇറാനിയൻ അറ്റോമിക് എനർജി ഓർഗനൈസേഷന്റെ പ്രാഥമിക നിഗമനം. നേരത്തെ ജൂൺ മാസത്തിലും അറാഖിലെ പ്ലാന്റിനു നേരെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രയേൽ ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിച്ചത്. ഇസ്രയേലിന്റെ ഈ നടപടി ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതേസമയം ആക്രമണത്തിൽ ആണവ കേന്ദ്രത്തിൽ നിലവിൽ ആണവ വികിരണ ഭീഷണിയോ ആളപായമോ ഇല്ലെന്നാണ് ഇറാനിയൻ അറ്റോമിക് എനർജി ഓർഗനൈസേഷന്റെ പ്രാഥമിക നിഗമനം. സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ല എന്ന ട്രംപിന്റെ ഉറപ്പ് ലംഘിച്ചാണ് ഇസ്രയേൽ നീക്കം നടത്തിയത് എന്നുള്ളത് പ്രധാന ആരോപണമായി തന്നെ ഇസ്രയേലിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. വ്യാഴാഴ്ച രാത്രി വൈകി ഇറാനിലെ കോം നഗരത്തിൽ വിവിധയിടങ്ങളിലായി നടന്ന അമേരിക്കൻ ഇസ്രയേൽ ആക്രമണങ്ങളിൽ 6 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇറാനിയൻ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. കോമിലെ പർദിസാൻ മേഖലയിലുള്ള 3 പാർപ്പിട സമുച്ചയങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. പരിക്കേറ്റവരുടെ എണ്ണം ഇതുവരെ വ്യക്തമായിട്ടില്ല. പടിഞ്ഞാറൻ അസർബൈജാൻ പ്രവിശ്യയിലെ ഉറുമിയ നഗരത്തിലുണ്ടായ ആക്രമണത്തിൽ 4 സാധാരണക്കാരുടെ കെട്ടിടങ്ങൾ തകർന്നതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും ക്രൈസിസ് മാനേജ്മെന്റ് ഡയറക്ടർ ജനറൽ ഹമീദ് സഫാരി ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർനയോട് പറഞ്ഞു. കൂടാതെ രാത്രിയിൽ ടെഹ്റാൻ, ഇസ്ഫഹാൻ, കാഷാൻ, യാസ്ദ്, കോം, തബ്രീസ്, അഖ്വാസ് എന്നീ പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിട്ടും വ്യോമാക്രമണങ്ങൾ നടന്നതായി ഇറാൻ ആസ്ഥാനമായുള്ള ന്യൂർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഇറാനുമായുള്ള യുദ്ധം ആരംഭിച്ചതു മുതൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ വ്യോമാക്രമണങ്ങളിൽ രാജ്യത്തുടനീളമുള്ള കുറഞ്ഞത് 120 മ്യൂസിയങ്ങൾക്കും സാംസ്കാരിക ചരിത്ര കേന്ദ്രങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ടെഹ്റാൻ സിറ്റി കൌൺസിലിന്റെ സാംസ്കാരിക പൈതൃക സമിതി അധ്യക്ഷൻ അറിയിച്ചു. വിവിധ പ്രവിശ്യകളിലായി വ്യാപിച്ചു കിടക്കുന്ന കുറഞ്ഞത് 120 മ്യൂസിയങ്ങളും ചരിത്ര സ്മാരകങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും നേരിട്ട് ആക്രമിക്കപ്പെട്ടതായും ഇവയുടെ ഘടനയ്ക്ക് ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും സമിതി അധ്യക്ഷൻ അഹമ്മദ് അലവി വ്യക്തമാക്കി. വെള്ളിയാഴ്ചയിലെ ആക്രമണത്തെ തുടർന്ന് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും സഹായികളുടെയും തുറമുഖങ്ങളിലേക്കോ അവിടെ നിന്നോ ഉള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായും ഈ ജലപാതയിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുന്ന ഏത് കപ്പലുകൾക്കും നേരെ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നും IRGC മുന്നറിയിപ്പ് നൽകി. ഇന്നു പുലർച്ചെ അബുദാബിയിലെ പ്രത്യേക സാമ്പത്തിക മേഖലയായ കെസാദിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ തകർക്കുന്നതിനിടെ അവശിഷ്ടങ്ങൾ വീണ 5 ഇന്ത്യൻ പൗരന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. 2 ഇടങ്ങളിൽ തീപിടുത്തമുണ്ടായതായും അധികൃതർ പറഞ്ഞു. ഇന്ന് പുലർച്ചെയായിരുന്നു ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായത്. മിസൈലുകൾ ആകാശത്ത് വെച്ച് തന്നെ പ്രതിരോധ സേന തകർത്തിരുന്നു. പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ. അബുദാബിയിലെ ഏറ്റവും വലിയ സാമ്പത്തിക മേഖലയാണ് കെസാദ്. ഇതാദ്യമായാണ് ഇവിടേക്ക് ഇറാൻ ആക്രമണം വ്യാപിപ്പിക്കുന്നത്. ടെഹ്റാനെതിരായ ആക്രമണം വ്യാപിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഇസ്രയേൽ ഇറാന്റെ ആണവ നിലയങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിന് തിരിച്ചടി എന്ന നിലയിലാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായത്. സൗദി അറേബ്യയിലെ സൈനിക താവളത്തിനു നേരെയും ഇറാൻ ആക്രമണം നടത്തി. ഇതിൽ അമേരിക്കൻ സൈനികർക്ക് പരിക്കേൽക്കുകയും വിമാനങ്ങൾക്ക് കേട് സംഭവിക്കുകയും ചെയ്തതായാണ് വിവരം. ഫെബ്രുവരി 28-ന് ഇറാനെ ആക്രമിച്ചുകൊണ്ട് യുദ്ധത്തിന് തുടക്കമിട്ടത് അമേരിക്കയും ഇസ്രയേലുമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി
അബ്ബാസ് അരാക്ചി ആരോപിച്ചു. ഈ അധിനിവേശ യുദ്ധം തികച്ചും അന്യായമാണ്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഫെബ്രുവരി 28-ന് തുടക്കമിട്ട ഈ ആക്രമണത്തിന് പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രയേലിനും അമേരിക്കയ്ക്കും തന്നെയായിരിക്കും. മിനാബിലെ ഷജറ തയ്യിബ എലിമെന്ററി സ്കൂൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം യുദ്ധക്കുറ്റമായി കണക്കാക്കണം. ലോകം മുഴുവൻ ഇതിനെ അപലപിക്കേണ്ടതുണ്ട്. ഇതൊരു വെറും സംഭവമോ കണക്കുകൂട്ടലുകളിലെ പിഴവോ അല്ല എന്നും അരാക്ചി വ്യക്തമാക്കി. തന്റെ രാജ്യത്തെ സംരക്ഷിക്കാൻ ഇറാന് അവകാശമുണ്ടെന്നും രാജ്യം അത് ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും പശ്ചിമേഷ്യ പുകയുക തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉറപ്പായിട്ടുള്ളത്. യുദ്ധം മാറുന്നതിനുള്ള അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമയമായിട്ടില്ല എന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് ഇപ്പോൾ ഇറാനും ഇസ്രയേലും നടത്തുന്നത്. ട്രംപ് പറയുന്നുണ്ട് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുമെന്ന്. പക്ഷേ അതിനുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇറാനും ഒട്ടും മോശമല്ല, തിരിച്ചടിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമാകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.